നെയ്യാറ്റിൻകര ഗോപന്റെ മരണകാരണത്തിൽ അന്തിമ നിഗമനത്തിലേക്ക് എത്താതെ ഡോക്ടർമാരും പോലീസും. രാസപരിശോധന അടക്കമുള്ള പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാലേ അന്തിമ കാരണം സ്ഥിരീകരിക്കാനാകൂ. മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ CI പ്രവീൺ മീഡിയ വണ്ണോട് പറഞ്ഞു. മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പ്രാഥമികമായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് റിസൾട്ട് വെയിറ്റിംഗ് ആണ്. ഇതൊരു സ്വാഭാവിക മരണമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. സ്വാഭാവികമാണോ അസ്വാഭാവികമാണെന്ന് പറയാൻ പറ്റില്ല. റിസൾട്ട് വേണം. ആ 3 റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലേ സ്വാഭാവികമാണോ അസ്വാഭാവികമാണെന്ന് പറയാൻ പറ്റുള്ളൂ. നിലവിൽ മരണകാരണമായിട്ടുള്ള ഒന്നും ശരീരത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടോ? അങ്ങനെയല്ല, അത് സസ്പീഷ്യസ് ആയിട്ടുള്ളെല്ലാം ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ഹിസ്റ്റോപത്തോളജിക്കൽ റിപ്പോർട്ട്, പിന്നെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട്, FS റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എത്ര ദിവസം എടുക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? പറയാൻ പറ്റില്ല. അത് ലാഭിൽ നിന്ന് വരുന്ന പോലെ. ഈ കുടുംബം പറയുന്നത് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇവർക്കെതിരെ പരാതി കൊടുത്ത ആളുകൾക്ക് ഇതെല്ലാം നിയമപരമായിട്ടാണ്. ഒരു നിയമപരം സ്വീകരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. സെയ്സൈൽ അബ്ദീനും ഗോപാൽ ശിലാസനും ചേരുന്നുണ്ട്. ആദ്യം ഗോപാലിലേക്ക്. ഗോപാൽ, നാട് കാത്തിരിക്കുന്നൊരു റിപ്പോർട്ടാണ് ഇനി വരാനുള്ളത്. മരണകാരണം അറിയാൻ വേണ്ടി അത്രയേറെയാണ് കാത്തിരിപ്പ്. കാരണം അത്ര വിവാദമായൊരു കേസ് കൂടിയാണ്. എപ്പോഴായിരിക്കും ആന്തരികാവയവങ്ങളുടെയൊക്കെ റിപ്പോർട്ട് വരിക? തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 4 ദിവസമായി നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയുമാണ് വലിയ ചർച്ചാ വിഷയമായി സംസ്ഥാനത്ത് നിൽക്കുന്നത്. പലരും പല തരത്തിലാണ് ആ വിഷയത്തെ അഡ്രസ് ചെയ്തു പോകുന്നത്. എന്തായാലും വലിയ തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും എല്ലാം ശേഷം ഇന്ന് രാവിലെയോടുകൂടി നെയ്യാറ്റിൻകര ഗോപിന്റെ കല്ലറ പൊളിക്കുകയും ആ കല്ലറയിൽ നിന്നും ആ മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും ചില ഊഹാപോഹങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നു കല്ലറ പൊളിക്കുന്നതിൽ തടസ്സമില്ല എന്ന കാര്യത്തിൽ. അതുവരെ അന്ന് കുടുംബത്തിൽ പിന്തുണ നൽകിയുണ്ടായിരുന്ന ഹിന്ദു ഐക്യവേദിയും VSDPയും അതിനോടൊപ്പം തന്നെ ഈ നാടാർ സമിതിയും എല്ലാം തന്നെ പിന്നീട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാകണം അവർ അതിൽ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയോ ഇന്ന് കല്ലറ പൊളിക്കുന്ന സമയത്ത് പ്രതിഷേധവുമായോ അല്ലെങ്കിൽ കുടുംബത്തിന് പിന്തുണയുമായോ ഒന്നും വന്നിരുന്നില്ല. എന്നാൽ പിന്നീട് ഇന്ന് വൈകുന്നേരത്ത് ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന തരത്തിലേക്കൊരു ഊഹാപോഹങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതോടുകൂടി തന്നെ നേരത്തെ ഈ കളം വിട്ടുപോയവരെല്ലാം തന്നെ വീണ്ടും കുടുംബത്തിന് പിന്തുണയുമായും കുടുംബത്തിനെ വേട്ടയാടി എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മരണത്തിൽ സ്വാഭാവിക മരണമാണ് എന്ന് വ്യക്തമായതോടുകൂടി തന്നെ കുടുംബത്തെ പോലീസും മാധ്യമങ്ങളും അടക്കമുള്ള എല്ലാത്തരം മേഖലകളിൽ നിന്നുമുള്ള വേട്ടയാടലുകൾ കുടുംബത്തിന് നേരിടേണ്ടി വന്നു. അന്ന് പരാതി നൽകിയവർക്കെതിരെ നിയമപരമായി നീങ്ങും എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളും നിലപാടുകളും എല്ലാം തന്നെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കർശനമായ നിലപാടിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ഘട്ടത്തിൽ ഒരു കാരണവശാലും ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. കാരണം ഇന്ന് ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധന പുറമേയുള്ള പരിശോധന മാത്രമാണ്. മൊത്തത്തിൽ 3 തരം പരിശോധനയാണുള്ളത്. ഒന്ന് ഈ ഫിസിക്കൽ പരിശോധനയാണ്, മറ്റൊന്ന് ആന്തരികാവയവങ്ങളും പുറത്തെടുത്ത് അത് രാസപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തരം പരിശോധനയാണ്. അത് കൂടാതെ ഒരു പരിശോധനകൾ കൂടിയുണ്ട്. ഈ അവസാന ഘട്ടത്തിലെ 2 പരിശോധനകളാണ് ഇത് നിർണായകം. അതിനും ആന്തരികാവയവങ്ങൾ പുറത്തെടുത്തുള്ള പരിശോധന ഏറെ നിർണായകമാണ്. ആ 3 പരിശോധനകളുടെയും ഫലം ഏകീകരിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആവുകയുള്ളൂ. അല്ലാതെ ഇന്നത്തെ ഈ മുറിവിന്റെയും ചതവിന്റെയും കണക്കുകൾ പരിശോധിച്ചാൽ അത് അസ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണോ എന്ന് വിലയിരുത്താൻ കഴിയില്ല എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറുവശത്തായി നേരത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മാൻ മിസ്സിംഗ് കേസായിട്ടായിരുന്നു. ഇയാളെ കാണാനില്ല എന്ന തരത്തിലേക്കായിരുന്നു. ആ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും കേസിന്റെ സ്വഭാവം മാറി ഇതൊരു മരണം എന്ന തരത്തിലേക്കുള്ള ആ ഒരു കേസായി ഇത് മാറി. ാണെങ്കിലും ഇത് വന്നതിന് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇത് കൺഫേം ചെയ്യാൻ പറ്റൂ. എങ്കിൽ പോലും ഈ ഇതിലെ മൊഴിയിലെ വൈരുദ്ധ്യം അല്ലെങ്കിൽ ആ ദുരൂഹത നീങ്ങുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, മരിച്ചുപോയ ആളെ എങ്ങനെയാണ് ഈ ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിൽ കിട്ടുക? അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നത്. 2, എന്തുകൊണ്ട് മകൻ അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് മരിച്ചത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും തെളിഞ്ഞിട്ടില്ല. അതിലുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയായിരിക്കും? മറ്റൊന്ന്, നാളെ നടക്കാനിരിക്കുന്ന സംസ്കാരം ഇവർ ഏത് രീതിയിലായിരിക്കും ഇനി ഈ പറയുന്ന ഹിന്ദു സംഘടനകളൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ചുരുളഴിയപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മോട് ഏറ്റവും അവസാനമായി CI സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. തുടക്കം മുതൽ മാൻ മിസ്സിംഗ് കേസാണെങ്കിലും ഇതിപ്പോൾ ഒരു ദുരൂഹ മരണം എന്ന തരത്തിലേക്ക് കേസിന്റെ സ്വഭാവം മാറുന്നുവെങ്കിൽ പോലും ഈ കുടുംബത്തിന്റെ മൊഴികളിൽ വലിയ അസ്വാഭാവികതകളുണ്ട്, വൈരുദ്ധ്യമുണ്ട്. ആ മൊഴികൾ തുടക്കത്തിൽ വലിയ രീതിയിൽ പോലീസിനെ കുഴപ്പിക്കുകയും ചെയ്തു. അമ്മ പറയുന്ന മൊഴിയും 2 മക്കൾ പറയുന്ന മൊഴികളും തമ്മിൽ മൂന്ന് വഴിക്കുള്ള മൊഴികളാണ്. ഒരാൾ
ഈ അച്ഛൻ തനിയെ ഇറങ്ങി പീഠത്തിൽ പോയിരുന്ന് ധ്യാനത്തിൽ ഇരിക്കുകയും ധ്യാനത്തിൽ നിന്ന് സമാധിയാവുകയും ചെയ്തു എന്ന് പറയുന്നു. മറ്റൊരാൾ താൻ ഇന്ന് സമാധിയാകുമെന്നും അതിനുവേണ്ട ഒരുക്കങ്ങൾ നേരത്തെ നടത്തിവെക്കണമെന്നുമുള്ള അറിയിപ്പ് അച്ഛൻ നേരത്തെ നൽകിയതായി ആ മൊഴിയിൽ പറയുന്നു. ഇതൊന്നുമല്ലാതെ അമ്മ പറയുന്നത് നേരത്തെ തന്നെ ഈ ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞു വന്നിരുന്നു, അതുകൊണ്ട് തന്നെ വയ്യാതായി മകനോടൊപ്പം ഇറങ്ങി അവിടെ പോയിരിക്കുന്നു, പിന്നീടാണ് മരിച്ചു എന്ന കാര്യവും പിന്നീട് സമാധിയായി എന്ന കാര്യവും ഒക്കെ പറയുന്നു. അപ്പോൾ ഈ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ വല്ലാണ്ട് ഈ ഘട്ടത്തിലും കുഴയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വൈരുദ്ധ്യം ഏകീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി വീണ്ടും വിശദമായ മൊഴിയെടുപ്പ് ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തിൻ്റെതായ വിശദമായ മൊഴിയെടുപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മോട് പോലീസ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയില്ല എന്നോ അസ്വാഭാവികതയില്ല എന്നോ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതോടൊപ്പം ധന്യ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ മരിച്ചയാളാണെങ്കിൽ, സ്വാഭാവികമായി മരിച്ചയാളാണെങ്കിൽ അദ്ദേഹം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ സമാധിക്കുള്ളിൽ ഉണ്ടാവുക എന്ന കാര്യം ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിൽ കൂടാതെ മരണകാരണം എന്താണ്, എപ്പോഴാണ് മരണസമയം, ഇക്കാര്യങ്ങളെല്ലാം ഇത് രണ്ടും വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരികയുള്ളൂ. മറ്റൊന്ന് ഈ സമാധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ ഈ സാഹചര്യത്തെ വല്ലാണ്ട് ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഈ സ്വാഭാവിക മരണം എന്ന തരത്തിലേക്കുള്ള സൂചനകൾ വന്നതോടുകൂടി തന്നെ ഈ നെയ്യാറ്റിൻകര ഗോപനെ ഒരു ദിവ്യനാക്കി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ ഒരു മഹാത്മാവായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആരോപണങ്ങൾ വലിയ രീതിയിൽ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഉയരുന്നുണ്ട്. അതിന് ശക്തിയേകുന്ന പ്രഖ്യാപനം കൂടി ഇപ്പോൾ സാമുദായിക സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനമായി നമ്മോട് സംസാരിച്ച നാടാർ സമിതിയുടെ ബന്ധപ്പെട്ട ആൾ പറഞ്ഞത് നാളെ വലിയ രീതിയിലുള്ളൊരു ചടങ്ങായി ഈ സമാധി ചടങ്ങ് നടത്താനാണ് ഇവർ ആലോചിക്കുന്നത്. നിലവിൽ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. മൃതദേഹം നാളെ ഉച്ചയോടുകൂടി നിംസ് ആശുപത്രിയിൽ നിന്നും തൊട്ടടുത്തുള്ള ആറാലുമൂടുന്ന ഈ ഗോപൻ നെയ്യാറ്റിൻകര ഗോപന്റെ വീട്ടിലേക്ക് എത്തിക്കുകയും അവിടെ സമാധി എവിടെയാണോ നേരത്തെ സജ്ജീകരിച്ചിരുന്നത് അതേ സ്ഥലത്ത് തന്നെ സംസ്ഥാനത്തെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരെ കൊണ്ടുവന്ന് വലിയ ഒരു മഹാസമാധിയായി അതവിടെ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം അവിടെ മഹാസമാധിയായി നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ കർമ്മങ്ങളും ചടങ്ങുകളുമായിട്ടാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ ഇല്ലാത്തവർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊങ്ങി വരുമ്പോൾ അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളില്ലേ എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞു പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ശരി ഗോപാൽ.